ഞാനിന്ന് വാസ്കുലർ എൻഡോവാസ്കുലർ സർജറി എന്ന വിഭാഗത്തിൻ്റെ ഒരു പ്രധാന ജോലി, ഒരു പ്രധാന ധർമ്മം എന്ന് പറയാവുന്നത് ഈ പക്ഷാഘാതം വന്ന രോഗികൾക്ക് നമ്മൾക്ക് അത് വരാതിരിക്കാൻ, അത് കൂടുതൽ കഠിനമായി വരാതിരിക്കാനുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഞങ്ങളിവിടെ നടത്തുന്നത്. അതുകൂടാതെ കീഹോൾ ആയി ഒരു സ്റ്റെൻഡിങ് പ്രൊസീജിയർ കൂടെ ഉണ്ട്. പക്ഷാഘാതം എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രായമാവുമ്പോൾ കൂടുതലായിട്ടും 70-80 വയസ്സായ ആൾക്കാർക്ക് ഒരു കയ്യിന് കാലിന് സ്വാധീനക്കുറവ് വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക, സ്വന്തം കാര്യങ്ങൾ തന്നെ നടത്തിയെടുക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക. ഇതിനെല്ലാം മുന്നോടിയായി ചെറിയ ചെറിയ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഞാൻ കൂടുതലും പ്രായമായ കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ അതെറോസ്ക്ലെറോസിസ് എന്ന കൊളസ്ട്രോൾ വന്ന് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുന്നതനുസരിച്ചാണ് ഈ അസുഖം വരുന്നത്. നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ വെച്ച മാതിരിയോ അല്ലെങ്കിൽ ഒരു കയ്യോ കാലോ നിമിഷങ്ങളോളമോ 1-2 മണിക്കൂറോ 24 മണിക്കൂറിനുള്ളിൽ, ഇതിൻ്റെ പേരാണ് ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്. ചെറിയ രക്തക്കട്ടയോ കൊളസ്ട്രോളോ പോയി തലച്ചോറിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് തടസ്സമുണ്ടാകും, പ്രവാഹത്തിന് തടസ്സമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ സ്ട്രോക്ക് തന്നെ വന്ന് റിക്കവറി ആയ ഒരുവിധം 1-2-3 മാസത്തിനുള്ളിൽ ശരിയാവുന്ന വരാം. ഇങ്ങനെ വരുന്ന ആൾക്കാർ, ഇതാണ് മുന്നോടിയായി നമുക്ക് തോന്നുന്നത്. ഇത് ഒരു സീരിയസ് സിംറ്റമാണ്. ഇതൊരു MD ഡോക്ടർ, തുടർന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. അവർ ടെസ്റ്റിംഗ് എല്ലാം ചെയ്യും, ഇമേജിങ് ചെയ്യും, അൾട്രാസൗണ്ട്, ഡോപ്ലർ, അതോടുകൂടി CT ആൻജിയോഗ്രാം എന്നൊരു ടെസ്റ്റ്. അതായത് തലയിൽ എന്തെങ്കിലും ഇൻഫാക്റ്റ് എന്ന് പറഞ്ഞ ഏരിയ, അതായത് തീർത്തും ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടോ, അത് എന്താണ് അവസ്ഥ എന്നുള്ളതും, ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴൽ എത്ര % ഈ രക്തോട്ടത്തിന് തടസ്സമുണ്ട്. അത് ഇങ്ങനെ സിംറ്റം വന്നാൽ 70% തടസ്സമുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കരോട്ടിഡ് എൻഡാട്രെക്ടമി എന്നൊരു ഓപ്പറേഷൻ പിന്നീട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എമർജൻസിയിൽ പെട്ടെന്ന് വീട്ടിലെ ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ സിംറ്റം വന്ന് ഇവിടെ വന്നാൽ ആദ്യമേ ഒരു CT സ്കാൻ ചെയ്യും. ആ CT സ്കാൻ ചെയ്ത് തലച്ചോറിനകത്ത് രക്തസ്രാവമുണ്ടോ ഇല്ലയോ എന്നറിയാനാണ്. രക്തസ്രാവം ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ വേറെയാണ്. രക്തസ്രാവം കാണുന്നില്ലെങ്കിൽ തീർച്ചയായും ആ ഏരിയയിലേക്കുള്ള, ആ ഭാഗത്തേക്കുള്ള രക്തക്കുഴൽ തടസ്സം വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റിന് ത്രോംബോലൈസിസ് എന്ന ട്രീറ്റ്മെൻറ്റാണ്. അതിനുശേഷം 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച അവരെ മരുന്ന് കൊണ്ട് കൊടുത്ത് പിന്നീട് ബാക്കിയുള്ള ടെസ്റ്റെല്ലാം ചെയ്താണ് ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിൻ്റെ തടസ്സം കൊണ്ടാണ് എന്ന് വരുന്നത്. ഇത് നമ്മൾ കരോട്ടിഡ് എൻഡാട്രെക്ടമി എന്ന ഒരു ഓപ്പറേഷൻ ചെയ്ത്, ഞാൻ പറയുകയാണെങ്കിൽ 100 പേർക്ക് 98% നമുക്ക് അവരുടെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും. തുടർന്ന് ബ്ലഡ് തിന്നർ, എക്കോസ്പ്രിൻ, പിന്നെ സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞാൽ അറ്റോർവാസ്റ്റാറ്റിൻ, പിന്നെ BP പ്രമേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകൾ കഴിക്കണം. ഇത് പറ്റാത്ത ആൾക്കാർക്ക് ഈ ഓപ്പറേഷൻ വേണ്ട, കീഹോൾ സർജറി എന്ന് പറയുന്ന ഓപ്പറേഷൻ, അല്ലെങ്കിൽ രണ്ടാമതും തടസ്സം വന്നാൽ, അങ്ങനെയൊക്കെ വന്നാൽ അപൂർവമായി ഈ സ്റ്റെൻഡിങ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെൻഡിങ്ങും ഈ എൻഡാട്രെക്ടമി എന്ന പ്രൊസീജിയറും അവരൊരു കോമ്പറ്റിറ്റീവ് പ്രൊസീജിയറല്ല, കോംപ്ലിമെൻ്ററി എന്ന് പറയും. ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൂടുതൽ ശ്വാസം മുട്ട്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, ഇവർക്കെല്ലാം ഓപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ രോഗികൾക്ക് സ്റ്റെൻഡിങ് ചെയ്തും ഈ പക്ഷാഘാതം വരാതെ സൂക്ഷിക്കാം. ഇത്രയുമാണ് എനിക്ക് പക്ഷാഘാതത്തിനെ പറ്റി ചുരുക്കി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.